നമുക്കെല്ലാവരും കണ്ണുകളടയ്ക്കാം. കർത്താവിന്റെ സന്നദ്ധരായിരിക്കാം. വീണ്ടും ഒരു ചൊവ്വാഴ്ച ശുശ്രൂഷയിലായിരിക്കേണ്ടത് നമുക്ക് അവസരം തന്ന് ദൈവത്തിന് നന്ദി പറയാം. ഒരേ പ്രഭാതവും പുതിയതാണ്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിലൂടെ നമ്മൾ കാണുന്നു. ഇന്നത്തെ ദുഃഖം, ഇന്നത്തെ സന്തോഷം, നാളത്തേക്ക് അത് വേണ്ട. നമുക്ക് നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാം. ദൈവവും ഞാനുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? എന്നെ രക്ഷിച്ച കർത്താവിന് ഞാൻ എന്ത് പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത്? എന്തുമാത്രം പ്രാധാന്യമാണ് അവിടത്തേക്ക് എൻ്റെ ഹൃദയത്തിലുള്ളത്? അവസാനത്തിന്റെ രക്തം വരെയും നമുക്ക് വേണ്ടിയിട്ട് ചിന്തി അവിടുന്ന് മരണം സ്വീകരിച്ച് നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത് അവിടുന്ന് മരിച്ച് വീണ്ടും വീണ്ടും സ്വാർത്ഥതയില് പാപത്തിൽ തന്നെ മുഴുകുകയല്ലേ നമ്മള്? വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും നമ്മള് വചനത്തിലൂടെ കേൾക്കുന്നുണ്ട്. യേശു മരിച്ച് ഉദ്ധാനം ചെയ്ത് അതുമൂലം നമ്മള് പാപമില്ലാത്തവരായി തീർന്ന് നമ്മളിലുള്ള എല്ലാ പാപങ്ങളും ക്രിസ്തുവിന്റെ മരണത്തോടു കൂടി ഇല്ലാതായി തീർന്നിരിക്കുന്നെന്നാണ് നമ്മൾ കേൾക്കുന്നതും അറിയുന്നതുമെല്ലാം. എന്നാൽ ഗലാത്യ 6:15 ഒരു പുതിയ സൃഷ്ടിയാകുക, അതാണ് പരമപ്രധാനം. നമ്മുടെ മനസ്സിന് രൂപാന്തരണം ഉണ്ടാകണമെങ്കിൽ യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് ഹൃദയത്തിൽ സ്വീകരിച്ച് ഈശോയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാനായിട്ട് തയ്യാറാകുമ്പോഴാണ് ഒരു പുതിയ വ്യക്തിത്വത്തിനുടമയാകുക. വീണ്ടും ജനനം. വീണ്ടും ജനിക്കാത്ത വ്യക്തിക്ക് ദൈവവുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടായിരിക്കുകയില്ല. പാപത്തിൽ തന്നെ തുടരുകയാണ് ചെയ്യുക. അതാണ് നമ്മള് പറയുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കുന്നു, ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ വീണ്ടും ചെയ്യുന്നു. അരുതേ അരുതേ എന്ന് ദൈവം വിലക്കുമ്പോൾ വീണ്ടും വീണ്ടും അന്ധകാര ശക്തിയോട് ചേർന്ന് പാപം ചെയ്യാൻ മാത്രമാണ് നമ്മൾ വരുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ പിന്നാലെ നമ്മൾ പോകില്ല. അത് ബുദ്ധിമുട്ടും പ്രയാസമായിട്ട് നമുക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് നിക്കോദോമോസിനോട് കർത്താവ് പറഞ്ഞ യോഹന്നാൻ 3-ലൂടെ ഒരുവൻ വീണ്ടും ജനിക്കാതെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡവുമാണ്. യേശുവിനെ ഞാൻ എൻ്റെ രക്ഷകനും നാഥനുമായിട്ട് ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ, യേശുവിലുള്ള വിശ്വാസം സ്വീകരിച്ചാൽ പാപകരമായ ഒരു ചിന്ത പോലും ചിന്തിക്കാനായിട്ട് നമ്മൾ തയ്യാറാകില്ല. പാപകരമായ ഒരു ചിന്ത പോലും നമ്മളെ വേട്ടയാടുകയില്ല. കാരണം ക്രിസ്തുവിൽ നിന്നാണ് നീ ജനിച്ചിരിക്കുന്നത്. പിന്നെ അവിടെ പാപത്തിന് സ്ഥാനമില്ല. ജ്ഞാനസ്നാനം കൂടാതെ സ്വീകരിച്ചിരിക്കുന്ന മക്കള് വീണ്ടും 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 പാപത്തിൽ അടിപ്പെട്ടിട്ട് അറിയില്ല അറിയില്ല അറിയാതെ വന്നു പോയതാണെന്ന് പറയുന്നത് വ്യാജമാണെന്നാണ് വചനം പറയുന്നത്. 2000 വർഷത്തിന് മുമ്പാണ് അറിയില്ലാതെ സംഭവിച്ചു പോയതാണ്, അറിയാതെ തെറ്റുപറ്റിപ്പോയതാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനായിട്ട് സാധ്യതയുണ്ട്. എന്നാല് കർത്താവ് സ്വർഗത്തിലെത്തുകയും പിതാവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വരികയും ചെയ്തതോടുകൂടി പാപം എന്താണെന്നും നീതി എന്താണെന്നും ഒക്കെയുള്ള കാര്യങ്ങള് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരാൻ തുടങ്ങി. കേൾക്കുന്നത് അനുസരിക്കില്ല. സ്വാർത്ഥ മോഹങ്ങളുടെ പിന്നാലെ, സ്വാർത്ഥ താല്പര്യങ്ങളുടെ പിന്നാലെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അവസാനം അറിയില്ല എന്ന് പറയുന്നു. 100% മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പാപം ചെയ്യുന്നത്, തെറ്റ് ചെയ്യുന്നത്. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിന് വീണു പോകുന്നത്, അറിയാതല്ല. ഏതെങ്കിലും സാഹചര്യം വന്നു കഴിയുമ്പോൾ അറിയത്തില്ല അറിയത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞു മാറുന്ന രീതിയിലേക്കാണ് വരുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികള് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇത് ദൈവത്തിന് വേദനയാണ്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെന്ന് പ്രവാചകന്മാർ മുതലിങ്ങോട്ട്
ദൈവം സംസാരിക്കുന്ന നേരിട്ട്. ഇന്ന് അനേകം സ്ഥലങ്ങളില് വചന പ്രഘോഷണങ്ങളും പ്രാർത്ഥനയിലും എല്ലാം ഈ മറ്റുള്ളവരെ ക്ഷമിക്കണം, സ്നേഹിക്കണം, ഇതൊക്കെയാണ് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്. എത്രയോ പ്രാവശ്യം നമ്മളെ കേട്ട് അംഗീകരിക്കാനോ അനുസരിക്കാനോ തയ്യാറാകുന്നില്ല. എന്റെ സ്വാർത്ഥ താല്പര്യം പിശാച് പറയുന്നതാണ് എനിക്ക് വേദവാക്യം. അസത്യമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിനെയാണ് നമ്മൾ അനുഗമിക്കാനായിട്ട് തയ്യാറാകുന്നത്. നമ്മുടെ തന്നെ മനസാക്ഷിയോട് നമ്മൾ ചോദിക്കുക, ഈശോയെ, ഞാൻ ജനിച്ചു വളർന്ന് ഇത്രയും പ്രായമായി ജ്ഞാനസ്നാനം സ്വീകരിച്ച് പള്ളിയിൽ പോയി പരിശുദ്ധ കുർബാന, ആദ്യ കുർബാന മുതൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ട തയ്യാറായി. എന്റെ മനസ്സിന് എന്ത് രൂപാന്തരമാണ് ഉണ്ടായത്? എനിക്കെന്ത് മാറ്റമാണ് ഉണ്ടായത്? ഞാൻ കാരണം മറ്റുള്ളവർക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ചിന്തിക്കുക. അതിന്റെ കാലഘട്ടത്തിലേക്കും സമയത്തിലേക്കും കടന്നു വരികയാണ്. 2 ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് കർത്താവ് നിങ്ങൾക്കിവിടെ വെളിപ്പെടുത്തി തന്ന് പല ആവർത്തി മാർപ്പാപ്പായെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ മാർപ്പാപ്പായ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഈ കൂട്ടായ്മ വന്ന് നിങ്ങളെല്ലാവരും കൈ ഉയർത്തി മാർപ്പാപ്പായെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഇന്നലെ ഇന്നത്തെയൊക്കെ വാർത്ത എന്താണ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചത്? നമ്മള് കേൾക്കുന്ന കാര്യങ്ങള്, അതേപോലെ തന്നെ കരങ്ങളുയർത്തി എല്ലാവരും കൂടെ മഴ പെയ്യുന്ന കാര്യത്തെ സമർപ്പിച്ച്, മഴയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ബുധനാഴ്ച 5:30 മണി കഴിഞ്ഞപ്പം മുതല് കേരളത്തിന്റെ ഒരറ്റം മുതൽ ഒരറ്റം വരെ ആ ഒരു ദിവസത്തേക്ക് മഴ. ഇതൊക്കെ ദൈവം സംസാരിക്കുകയാണ്. ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണ്. നിന്റെ ഹൃദയ കാഠിന്യം എത്ര വലുതാണോ അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് തയ്യാറാകുക, മുന്നറിയിപ്പ് തരികയാണ്. കുടിക്കാനായിട്ട് വെള്ളമില്ലാതെ ദാഹം ഒരു നിമിഷം അനുഭവിച്ചെങ്കിൽ മാത്രമേ ദാഹത്തിന്റെ വില എന്താണെന്ന് അറിയുകയുള്ളൂ. സുലഭമായിട്ട് അത് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കുറവുകൾ നമുക്ക് മനസ്സിലാകില്ല. ഭക്ഷണം കിട്ടാനില്ലാതെ ഭക്ഷണത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ മാത്രമേ ഭക്ഷണത്തിന്റെ വില തിരിച്ചറിയാണ്ട് സാധിക്കത്തുള്ളൂ. അത് സുലഭമാകുന്നതുകൊണ്ടാണ് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച പോലെ നമ്മൾ ജീവിക്കുന്നത്. യാതൊന്നിന്റെയും കുറവില്ല, എല്ലാം സുലഭമായിട്ട് ലഭിക്കുന്നു. അപ്പോഴ് ദൈവത്തിനൊന്നും അവിടെ യാതൊരു സ്ഥാനവുമില്ല. ഞാൻ ഉണ്ടാക്കുന്നു, ഞാൻ ജീവിക്കുന്നു, ഞാൻ ചെലവാക്കുന്നു. എവിടെയും ഞാൻ എന്നുള്ള വാക്ക്, ഞാൻ എന്നുള്ള അഹങ്കാര ചിന്ത ഉപേക്ഷിക്കാം. എങ്കിലും നമുക്ക് മാറ്റത്തിലേക്ക് വരാണ്ട് തുടങ്ങാം. മാർക്കോസ് 1:15 അവിടെ നല്ല ചിന്ത, സമയം സമാഗതമായിരിക്കുന്നു, എല്ലാവരും അനുഭവിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ദൈവത്തിൽ ആശ്രയിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാകണം. ഈശോയെ, നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നെങ്കിൽ എന്റെ ജീവിതം കൊണ്ട് അനേകര് നിന്നെ തിരിച്ചറിയും, വിശ്വാസത്തിലേക്ക് വരും, മാറ്റം സ്വീകരിക്കും. കർത്താവ് പറഞ്ഞ്, നിങ്ങൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങള് മറ്റുള്ളവരോട് നീ പറയുക, പോകുക, അറിയിക്കുക. ആരാണ് അതിന് തയ്യാറായിരിക്കുന്നത്? ആരാണ് അതിന് ഒരുങ്ങുന്നത്? 10 രൂപ കിട്ടുന്ന കാര്യം എവിടെയെങ്കിലും കേട്ടാൽ അതിന്റെ പുറകിന് പോയി ക്യൂ നിൽക്കും. എന്ത് കഷ്ടപ്പാടും പീഡനങ്ങളും ഏറ്റെടുക്കാൻ തയ്യാറാകും. ഈ ദൈവത്തെ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞാൽ ഒരിക്കലും തയ്യാറില്ല. മനസ്സില്ല. മനസ്സാക്ഷി മരവിച്ച ലോകം. അത് നശിക്കാതെ ഇനി എന്താ ചെയ്യേണ്ടത്? മറ്റു രാജ്യങ്ങളെല്ലാം ഇപ്പോഴേ വൻ നാശത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയൊക്കെ വീടുകളെല്ലാം മഞ്ഞ് മൂടുകയാണ്. മഞ്ഞ് മാത്രമല്ല, കൊടുങ്കാറ്റും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം കഠിനമായിട്ടുള്ള അവസ്ഥകൾ. വെള്ളം പോലും കുടിക്കാതെ ഒരു കൂട്ടം ഇരുന്ന് കരങ്ങളുയർത്തി ദൈവസന്നിധിയില് കരുണയ്ക്ക് വേണ്ടിയിട്ട് യാചിക്കുന്നതിന്റെ ഫലമാണ് ഇവിടെയൊക്കെ നമ്മള് കാണുന്നതും കേൾക്കുന്നതും എല്ലാം സുഖസന്തോഷമായിട്ട് അനുഭവിക്കുന്നു. എപ്പോഴാണ് ഈ കരം താഴാൻ തുടങ്ങുന്നത്, ആ നിമിഷം മുതൽ നാശം ഇവിടെയും വന്നെത്തും, സംശയിക്കണ്ട. എപ്പോ വരെ നമ്മള് കരങ്ങളുയർത്തി നിലനിൽക്കുന്നു, അനേകർക്ക് ആശ്വാസമായിട്ട് നിലനിൽക്കുകയാണത്.
സമസ്തവും വിട്ടുപേഴിച്ച് യാതൊന്നിനും പ്രാധാന്യം കൊടുക്കാതെ, ലോകത്തിന്റെ ഒന്നിനും ഒരു പ്രാധാന്യം കൊടുക്കാതെ, ദൈവമേ നിന്റെ കരുണ എല്ലാവരിലേക്കും ലഭിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് കരങ്ങളുയർത്തി ദൈവസന്നിധിയില് യാചിക്കുകയാണ്. അതിന്റെ ഫലമാണ് നമ്മുടെയൊക്കെ ഇന്ന് വെള്ളവും കിട്ടുന്ന സമാധാനമായിട്ട് ഭക്ഷണമൊക്കെ ആയിട്ട് നമ്മൾ മുന്നേറുന്നത്. അന്യരാജ്യങ്ങളിലുള്ള കാര്യങ്ങള് നമ്മൾ തിരിച്ചറിയുന്നില്ല. മറ്റു രാജ്യങ്ങളിൽ കിടന്ന് അനുഭവിക്കുന്ന ദുരിതം, പാടുപീഡനങ്ങൾ, ഇതൊന്നും നമ്മളിൽ സ്പർശിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കേട്ടാലും ഒരു കൂസലുമില്ല. പൈസ 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 എന്നുള്ള ചിന്തയല്ലാതെ മറ്റൊരു ചിന്തയും നമുക്കില്ല. എന്ത് നശിച്ചാലും വേണ്ടിയില്ല, എങ്ങനെ മരിച്ചാലും വേണ്ടിയില്ല, കാശ് കിട്ടിയാൽ മതി. കർത്താവ് പറയുന്നുണ്ട്, നിന്നെ കൊണ്ട് പൈസ തീറ്റിക്കും, സ്വർണം തിന്നിപ്പിക്കും. നിന്റെ വിശപ്പടക്കാനായിട്ട് നീ ആഗ്രഹിച്ച് ഓടി നടന്നതല്ലേ, ഇതുകൊണ്ട് നീ വിശപ്പടക്കാനായിട്ട് കർത്താവ് പറയും. അതുകൊണ്ടാണ് ഇന്ന് ഭൂമിയിലുണ്ടാകുന്ന ഹരിത സസ്യങ്ങളെല്ലാം നശിച്ചില്ലാതായിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ കരുണയായിരിക്കുന്ന ജലം അവിടെ ഇവിടെ എല്ലാം വറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ദൈവം സംസാരിക്കുകയാണ്, മാറ്റത്തിൽ വരിക. ഇനിയെങ്കിലും നിന്റെ ഹൃദയത്തെ മാറ്റുക, രൂപാന്തരണത്തിലേക്ക് വരാനായിട്ട് തീരുമാനമെടുക്കുക, തയ്യാറാകുക. അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞുള്ള ആവശ്യമല്ല. ഇനി എന്റെ ആത്മാവിനെ നിലനിർത്താൻ, എന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദൈവമേ നീ എന്നെ സഹായിക്കണമെന്ന് മാത്രം പ്രാർത്ഥിക്കുക. അത് മാത്രമേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള ആവശ്യം. വേറെ ഒന്നും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കൊളോസ്സോസ് 3:13 ഈശോ ക്ഷമിച്ചതുപോലെ നമുക്കും ക്ഷമിക്കാം. ആരോടെങ്കിലും ഏതെങ്കിലും രീതിയിൽ വെറുപ്പോ വിരോധം ഉണ്ടെങ്കിൽ അവരോടെല്ലാം നമുക്ക് ഹൃദയപൂർവ്വം ക്ഷമിക്കാനായിട്ട് തയ്യാറാകാം. ദൈവമേ, വരാനിരിക്കുന്ന അവസ്ഥകളെ അതിജീവിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധ്യമല്ലല്ലോ കർത്താവേ, പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലല്ലോ ഈശോയെ. ഒറ്റ നിമിഷം കൊണ്ട് വാടിത്തളർന്നു പോകുന്ന അവസ്ഥയാണല്ലോ. അനേകരുടെ പ്രാർത്ഥനയാണ് ഞങ്ങളെ നിലനിർത്തിയിരിക്കുന്നുള്ള അവബോധത്തിലേക്ക് വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. എന്റെ പിതാവേ, ഇന്ന് രാവിലെ മുതൽ ഈ നിമിഷം വരെ വാക്കുകൊണ്ടോ പ്രവർത്തിയുണ്ടോ വീക്ഷണത്തോ ആരുടെയെങ്കിലും ഹൃദയം വേദനിപ്പിക്കേണ്ടതുണ്ട്. നാമത്തിനാൽ ക്ഷമ ചോദിക്കുന്നു. ഈ ലോകത്തോട്